മാനസിക ആരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഡോപമൈൻ സമ്മിറ്റ് 2025 സ്വാഗതം. ഒരു വർഷം മുമ്പ് ഇതേ വേദിയിൽ ഇതേ സമയം നമ്മൾ ഒന്നുകൂടിയിരുന്നു ഡോപമൈൻ സമ്മിറ്റ് 2024 വേണ്ടി. ആ ദിവസത്തെ അനുഭവങ്ങൾ ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. അത് ഒരു ഉണർവായിരുന്നു. അത് ഒരു വിപ്ലവത്തിൻ്റെ വിത്തായിരുന്നു. യുവതലമുറയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം, മനസ്സുകളിൽ പടർന്ന ബോധത്തിൻ്റെ കനൽ ഓരോ വാക്ക് പോലും ഹൃദയങ്ങളെ മാറ്റിമറിച്ചു. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിലൂടെ നമ്മൾ അറിവിലൂടെ ആനന്ദം കണ്ടെത്തി. അഞ്ജു ജോസഫ് എന്ന ഗായികയിലൂടെ മാനസിക രോഗങ്ങൾ മറ്റേത് രോഗാവസ്ഥയും പോലെ തന്നെ ചികിത്സിക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യം നമ്മൾ ഉളവാക്കി. ഡോപ്പമീൻ എന്ന സന്തോഷത്തിൻ്റെ കണം കൂടുതൽ മനസ്സിലാക്കാനും ആഗീകരണം ചെയ്യുവാനും ഹൈദരാലി ഡോക്ടറിൻ്റെ സെഷനിലൂടെ നാം മനസ്സിലാക്കി. സബ്മിറ്റുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് കിട്ടിയ നൂറുകണക്കിന് അഭിപ്രായങ്ങൾ ഞങ്ങളെ ഡോപ്പമൈൻ സബ്മിറ്റ് 2025 നയിക്കാൻ പ്രേരിപ്പിച്ചു. ഡോപ്പമൈൻ സബ്മിറ്റ് 2025, എ വാർ എഗെയിൻസ്റ്റ് 420 കൾച്ചർ. അതെ, ഇതൊരു യുദ്ധമാണ്, ലഹരിക്കെതിരെയുള്ള യുദ്ധം. മയക്കത്തിൻ്റെ കുരുക്കുകളെ പൊട്ടിച്ചെറിഞ്ഞ് ബോധത്തിൻ്റെ വെളിച്ചത്തിലേക്കുള്ള പോരാട്ടം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ഹൈദരലി കള്ളിയത്ത് കഴിഞ്ഞ 35 വർഷക്കാലമായി മാനസികാരോഗ്യ രംഗത്ത് നിസ്തുലമായ സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനും ബഹുമാനീയനുമായ ഡോക്ടർ. എ വാർ അഗെയിൻസ്റ്റ് 420 കൾച്ചർ എന്ന വിഷയത്തിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ആശയങ്ങൾ സമൂഹത്തിന് ധൈര്യവും ദിശാബോധവും പകരും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഏറ്റവും ബഹുമാനത്തോടെ ഡോക്ടറിനെ ഡോപ്പമൈൻ സബ്മിറ്റ് 2025 സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യ ഉദ്ഘാടകൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സാർ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് രാജ്യസ്നേഹം എന്നത് വെറും ഒരു വാക്കല്ല, അതൊരു ജീവിത സമർപ്പണമാണ്. രാജ്യത്തിനു വേണ്ടി സൈനിക സേവനം നിർവഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് യുവ മനസ്സുകളുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹത്തിൻ്റെ തീപ്പൊരി പകരുന്നു. ലഹരിക്കെതിരായ യുദ്ധത്തിൽ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുവാൻ സന്നിഹിതനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സാറിനെ ഡോപ്പമൈൻ സബ്മിറ്റ് 2025 സ്വാഗതം ചെയ്യുന്നു. ഏഷ്യാനെറ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ സാർ, മാധ്യമധർമ്മവും ലഹരി മുക്തഭാവിയും എന്ന വിഷയത്തെ സംബന്ധിച്ച് ആഴത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏഷ്യാനെറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സാർ. മാധ്യമങ്ങൾ വെറും വാർത്താ യന്ത്രങ്ങൾ മാത്രമല്ല, അവ യഥാർത്ഥത്തിൽ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ശക്തിയാണ്. യഥാർത്ഥ ഉത്തരവാദിത്വത്തോടെയും സുതാര്യതയോടെയും നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താ വികാസത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന PG സുരേഷ് കുമാർ സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ ഡോപ്പമൈൻ സബ്മിറ്റ് 2025 സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട ബെന്യാമിൻ സാർ, സാഹിത്യത്തിൻ്റെയും കലാധർമ്മത്തിൻ്റെയും ലോകത്ത് അദ്ദേഹം സൃഷ്ടിച്ച വ്യത്യസ്തമായ ആശയങ്ങൾ, വീക്ഷണങ്ങൾ, ജീവിത അനുഭവങ്ങൾ
മനസ്സുകളിൽ ചിന്താശക്തി ഉണർത്താനും സാമൂഹ്യ ബന്ധം വളർത്തുവാനും പ്രചോദനമാണ്. ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മയങ്ങുന്ന സമൂഹവും തൂലികാധർമ്മവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ഡോപ്പമൈൻ സബ്മിറ്റ് 2025 സ്വാഗതം ചെയ്യുന്നു. ദാന റാസിക് മെലഡി സംഗീതത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ കോരിത്തെരിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ദാന റാസിക് മാഡത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായും ഈ സബ്മിറ്റിൽ പങ്കെടുക്കുന്ന ഹൃദയങ്ങൾക്ക് പ്രചോദനവും അവിസ്മരണീയമായ സംഗീതാനുഭവം ആകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാഡത്തിനെ ഡോപ്പമൈൻ സബ്മിറ്റ് 2025 സ്വാഗതം ചെയ്യുന്നു. ഡോപ്പമൈൻ സബ്മിറ്റ് 2025 ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യ IMCH ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഷുഹൈബ് സാർ, പ്രോഗ്രാമിൻ്റെ ആലോചനയിൽ തന്നെ ഉറച്ച പിന്തുണയോടെ ഞങ്ങൾക്കൊപ്പം നിന്ന സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ അൻവർ സാർ തിരൂർ പോളിടെക്നിക്കിലെ അധ്യാപകനാണ്. അദ്ദേഹം NSS ജില്ലാ കോർഡിനേറ്ററാണ്. ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഡോപ്പമൈൻ സബ്മിറ്റ് 2025 സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ ഡോപ്പമൈൻ സബ്മിറ്റ് 2025 സ്വാഗതം ചെയ്യുന്നു.